Welcome back to Aegis International Academy. Hi Sajasna and welcome to our German language course. Okay, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പലർക്കും ഇല്ലാത്തൊരു ക്വാളിറ്റിയും പലർക്കുള്ള ഒരു ഗുഡ് ക്വാളിറ്റിയുമാണ്. എന്താണ് ആ ക്വാളിറ്റി? നമ്മളിൽ പലർക്കും ഇല്ല, പക്ഷേ പലർക്കും ഉള്ള ഒരു ഗുഡ് ക്വാളിറ്റിയാണ്. ആ ക്വാളിറ്റി ഏതാണ്? ഓക്കെ, ടൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. ടൈം ഏതാണ്? പങ്ക്ച്വാലിറ്റി അല്ലേ? പങ്ക്ച്വാലിറ്റി എന്ന് പറഞ്ഞ ക്വാളിറ്റിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സോ ഇത് നമ്മുടെ ടോപ്പിക് ആണ് പ്യുങ്ക്ലിഷ് കൈറ്റ്. പ്യുങ്ക്ലിഷ് കൈറ്റ് എങ്ങനെയാണ്? പ്യുങ്ക്ലിഷ് കൈറ്റ് എന്നാണ് പറയുന്നത്. പ്യുങ്ക്ലിഷ് കൈറ്റ് എന്നാൽ പങ്ക്ച്വാലിറ്റി. പങ്ക്ച്വാലിറ്റി ഓക്കെ, പങ്ക്ച്വാലിറ്റി എന്നുള്ള ഒരു ക്വാളിറ്റി നമുക്ക് ഏറ്റവും അധികം ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റി ആണ് അല്ലേ? ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഡിലേ ആയിട്ട് പോകാറുണ്ട്. സോ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയാണ്. ജർമ്മൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ജർമ്മൻസ് പ്യുങ്ക്ലിഷ് ആണ്. സോ നമുക്ക് പ്യുങ്ക്ലിഷ് കൈറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് നോക്കാം. ഓക്കെ, sich für eine Verspätung entschuldigen und darauf reagieren. sich für eine Verspätung entschuldigen und darauf reagieren. ഓക്കെ, എന്താണ് മനസ്സിലായത്? നമുക്ക് നോക്കാം. sich für eine Verspätung entschuldigen. എന്താണ് Verspätung? Verspätung എന്നാൽ ഡിലേ അല്ലെങ്കിൽ ലേറ്റ്നെസ്. ഡിലേ അല്ലെങ്കിൽ ലേറ്റ്നെസ്സിനെയാണ് നമ്മൾ Verspätung എന്ന് പറയുന്നത്. നമ്മൾ സ്പേറ്റ് പഠിച്ചിട്ടില്ലേ? സ്പേറ്റ് എന്നാൽ ലേറ്റ്. ഓക്കെ, Verspätung എന്നാൽ നോമൻ ആണ്. Verspätung എന്നാൽ ഡിലേ അല്ലെങ്കിൽ ലേറ്റ്നെസ്. entschuldigen എന്നാൽ നമുക്കറിയാം അല്ലേ? എക്സ്ക്യൂസ് ചെയ്യുക അല്ലെങ്കിൽ സോറി പറയുക എന്നൊക്കെയുള്ളതാണ് entschuldigen. ഓക്കെ, അപ്പോളജൈസിങ്. സോ എന്താണ് അതിന്റെ മീനിങ്? sich für eine Verspätung entschuldigen എന്ന് പറഞ്ഞാൽ to apologize for late അല്ലെങ്കിൽ for lateness അല്ലെങ്കിൽ for delay എന്നാണ് മീനിങ്. und darauf reagieren. und darauf reagieren. ഓക്കെ, darauf എന്നാൽ എന്താണ്? on it അല്ലെങ്കിൽ on that. ഏതിന്? Verspätungന്. reagieren Verspätung entschuldigen darauf reagieren. darauf എന്നാൽ on that അല്ലെങ്കിൽ on it. reagieren means to react അല്ലെങ്കിൽ to respond എന്നാണ് മീനിങ്. ഓക്കെ, und darauf reagieren എന്ന് പറയുമ്പോൾ and responding to that അല്ലെങ്കിൽ and reacting to that എന്നാണ് മീനിങ്. സോ നമുക്ക് നോക്കിയാലോ. sich entschuldigen means to apologize. ഓക്കെ, അല്ലെങ്കിൽ ടു സേ സോറി. സോ sich entschuldigen എന്ന് പറയുമ്പോൾ ഒരു റിഫ്ലെക്സീവ് വേർബാണ്. നിങ്ങൾ പിന്നീട് പഠിക്കുക. അതുകൊണ്ട് sich entschuldigen എന്ന് പറയുന്നത് ഇവിടെ കണ്ടോ, sich entschuldigen. ഓക്കെ, അതൊരു റിഫ്ലെക്സീവ് വേർബാണ്. നിങ്ങൾ പിന്നീട് പഠിക്കും. ഓക്കെ, നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് എക്സ്ക്യൂസ് അല്ലെങ്കിൽ സോറി പറയാൻ അപ്പോളജൈസ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഫസ്റ്റ് വൺ, entschuldigung bitte. entschuldigung bitte. നമ്മൾ ലേറ്റ് ആയാൽ നമ്മൾ പോയി പറയുന്നത് എന്താണ്? entschuldigung bitte. ഓക്കെ, നമുക്കറിയാമല്ലോ, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. സോ നിങ്ങൾ സെന്റൻസുകൾ നമ്മളിപ്പോൾ പറയും. സോ നിങ്ങൾ പഠിക്കാം. എല്ലാത്തിൻ്റെയും മീനിങ് വരുന്നത് സെയിം ആണ്. സെയിം മീനിങ് ആണ്. അപ്പോളജൈസ് അല്ലെങ്കിൽ സോറി അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ എന്തായിരുന്നു? entschuldigung bitte. entschuldigung bitte. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ താമസം ചെല്ലുമ്പോൾ bitte entschuldigen Sie. bitte entschuldigen Sie. അല്ലെങ്കിൽ പറയാം ich bitte um Entschuldigung. ich bitte um Entschuldigung. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് Verspätung എന്ന് പറഞ്ഞുകൊണ്ട് വരാം. ലേറ്റ് ആയെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പറയാം? Entschuldigung für die Verspätung. Entschuldigung für die Verspätung. ഓക്കെ, für die Verspätung എന്നാൽ for the lateness. അല്ലെങ്കിൽ നമുക്ക് പറയാം es tut mir leid. es tut mir leid നമുക്കറിയാലോ. ich bin zu spät. ich bin zu spät എന്നാൽ I am too late അല്ലെങ്കിൽ I am late എന്നാണ് മീനിങ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം bitte entschuldige meine Verspätung. bitte entschuldige meine Verspätung എന്നാൽ please apologize to my lateness. ഓക്കെ, നമ്മൾ താമസിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഇത്രയും രീതികളിൽ നമുക്ക് പറയാം. ഓക്കെ, പല രീതിയിൽ നമുക്ക് പറയാം. ആ സെന്റൻസുകളാണ് നമ്മളിവിടെ കണ്ടത്. സോ ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഡെയിലി ലൈഫിൽ. ഓക്കെ,
നോക്കിയാലോ എങ്ങനെ നമുക്ക് അതിനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യാം. ഓക്കെ, ദാറാവ് റിയാക്ട് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാം. ഓക്കെ, എങ്ങനെ നോക്കിയാലോ. കൈൻ പ്രോബ്ലം എന്നാൽ നമുക്കറിയാം നോ പ്രോബ്ലം. അടുത്തത് എങ്ങനെ പറയാം? ദസ് മാഹ് നിഷ്ട്സ്. സോ എന്താണ് അതിന്റെ മീനിങ്? ഇറ്റ് ഡസന്റ് മാറ്റർ. ഓക്കെ, alles in ordnung എന്നാൽ everything is all right അല്ലെങ്കിൽ there is no problem എന്നാണ് മീനിങ്. ഷോൺ ഗുഡ് എന്നാൽ ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് എന്നാണ്. ഓക്കെ, അടുത്തത് das nächste Mal bitte pünktlich. എന്താണ് അതിന്റെ മീനിങ്? നെക്സ്റ്റ് ടൈം പ്ലീസ് ബി ഓൺ ടൈം. നെക്സ്റ്റ് മീൻസ് നെക്സ്റ്റ്, മാൽ മീൻസ് ടൈം. സോ നെക്സ്റ്റ് മാൽ bitte pünktlich എന്നാൽ പങ്ക്ച്വൽ. ഓക്കെ, സോ ഇതും നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നുള്ളതാണ്. പല രീതിയിൽ നമുക്ക് പറയാം. സോ എല്ലാത്തിനും നമ്മൾ തരുന്നത് ഒരേ ഒരു മീനിങ് ആണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് ബൈസ്പിൽ ഡിയലോഗ് നോക്കിയാലോ. ബൈസ്പിൽ ഡിയലോഗ്. സോ ഇവിടെ രണ്ടുപേര് തമ്മിലുള്ള ഡിയലോഗാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ Entschuldigung für die Verspätung. നമ്മൾ പഠിച്ചതാണ് Entschuldigung für die Verspätung. അപ്പോൾ അടുത്ത ആൾ പറയാണ് kein Problem. അടുത്ത ആള് Es tut mir leid, ich bin zu spät. അപ്പോൾ എങ്ങനെ പറയാം? നമുക്ക് റിയാക്ട് ചെയ്യാം, റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ റിയാഗിയറൻ ചെയ്യാം. Das macht nichts. അടുത്തത് bitte Entschuldigung meine Verspätung എന്ന് നമ്മൾ Entschuldigen ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ റിയാഗിയറൻ ചെയ്യാൻ? Alles in Ordnung. അടുത്തത് എങ്ങനെ റിയാഗിയറൻ ചെയ്യാം? Ich bitte um Entschuldigung. എങ്ങനെ റിയാഗിയറൻ ചെയ്യാം? Schon gut. അടുത്തത് എങ്ങനെയാണ് Entschuldigung ചെയ്യുന്നത്? അവിടെ Entschuldigung bitte, ich bin zu spät. അപ്പോൾ നമുക്ക് എങ്ങനെ റിയാഗിയറൻ ചെയ്യാം? Das nächste Mal bitte pünktlich. ഓക്കെ, സോ നമുക്കൊന്നുകൂടെ നോക്കിയാൽ എങ്ങനെയൊക്കെ പറയാന്ന്? Entschuldigung für die Verspätung, kein Problem. Es tut mir leid, ich bin zu spät. Das macht nichts. Bitte entschuldige meine Verspätung. Alles in Ordnung. Ich bitte um Entschuldigung. Schon gut. Entschuldigung bitte, ich bin zu spät. Das nächste Mal bitte pünktlich. Okay. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി നമുക്ക് വേർഡ് ചാർട്ട്സ് നോക്കിയാലോ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ റിയാഗിയറൻ ചെയ്യുന്നത്? ആ വേർഡ് ചാർട്ട്സ് നോക്കാം. കൈൻ പ്രോബ്ലം മീൻസ് നോ പ്രോബ്ലം. Das macht nichts എന്നാൽ that's okay, it doesn't matter. Alles in Ordnung എന്നാൽ everything is okay, no worries. Schon gut എന്നാൽ it's all right, that's fine. ഇവിടെ ഷോൺ ഗുഡ് എന്നാണ്, ഷോൺ എന്നല്ല, ഷോൺ. അടുത്തത് das nächste Mal bitte pünktlich എന്നാൽ next time please be on time. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബൈസ്പിൽ സെറ്റ്സ് നോക്കിയാലോ. Sie ist immer pünktlich. ഓക്കെ, ഒരാളെ പ്രശംസിക്കുകയാണ്. She's always on time. She is immer pünktlich. അടുത്തത് Pünktlichkeit ist wichtig. എന്താണ് wichtig എന്നാൽ important. Pünktlichkeit ist wichtig എന്നാലോ punctuality is important. ഓക്കെ, ഇനി നമ്മൾ താമസിച്ചു വന്നു നമ്മൾ എങ്ങനെ പറയും? Ich komme heute spät. I am coming late today. Okay, so എന്താണ് moral of the story? Pünktlichkeit ist wichtig. Punctuality is important. Okay, ഇനി നമുക്ക് വേർഡ് ചാർട്ട്സ് നോക്കാം. The Verspätung എന്നാൽ ഡിലേ അല്ലെങ്കിൽ ലേറ്റ്നെസ്. Pünktlich എന്നാൽ punctual അല്ലെങ്കിൽ on time. അടുത്തത് the Pünktlichkeit noun ആണ്. The Pünktlichkeit എന്നാൽ punctuality. Spät എന്നാൽ late. ഓക്കെ, നമുക്ക് നേരത്തെ അറിയാന്നല്ലേ. ഓക്കെ, സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ലെസൺ. ഈ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? ഈ ക്ലാസ്സിൽ നമ്മള് പങ്ക്ച്വാലിറ്റിയെ കുറിച്ച് പഠിച്ചല്ലേ, Pünktlichkeitനെ കുറിച്ച് പഠിച്ചു. നമ്മള് sich für eine Verspätung Entschuldigung പഠിച്ചു. Und darauf reagieren എങ്ങനെയാണെന്ന് പഠിച്ചു. ഓക്കെ, നമ്മൾ പിന്നെ കുറച്ച് വേർഡ് ചാർട്ട്സും പഠിച്ചു. സോ ഇതെല്ലാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എന്ത്? Pünktlichkeit അല്ലേ. സോ നമ്മൾ ഇൻ കേസ് കാണണം ലേറ്റ് ആയിട്ട് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ Entschuldigen ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ ഫ്രേസസ് ഉപയോഗിക്കാം. ഇനി ആരെങ്കിലും ലേറ്റ് ആയിട്ട് വന്നെങ്കിൽ നമ്മളോട് പറയുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ റിയാഗിയറൻ ചെയ്യുന്നു പറയാൻ പഠിക്കാം.
സോ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. സോ danke.